ഹലോ. ഇന്ന് നമ്മളെ വീട്ടിൽ കറണ്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഫ്യൂസിൻ്റെ ഒയർ കരിഞ്ഞു പോയി. അപ്പം നമുക്ക് കറണ്ടില്ല, നമുക്ക് മാത്രം കറണ്ടില്ല, അപ്പുറത്തെ വീട്ടിലൊക്കെ കറണ്ടുണ്ട്. അതുകൊണ്ട് മഴയൊക്കെ പെയ്തിട്ട് നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലെ ടാർപ്പയൊക്കെ ഇളകി വീണ്. അങ്ങനെ ഞാനതെടുത്തൊക്കെ ആണി കടിച്ച് വെക്കാനൊന്നും പറ്റില്ല, അതൊക്കെ എടുത്ത് കെട്ടിയൊക്കെ വെച്ച്. എൻ്റെ റൂമിൻ്റെ സൈഡാണ്, അപ്പോൾ എനിക്ക് പേടി. അപ്പോൾ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടിയാണ്. ഞാനും യാസയും കൂടെ ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണ്. ഫോണും എടുക്കാത്തതുണ്ടാവും, പിണങ്ങി കിടക്കുകയാണ് കേട്ടോ. ഫോണിലാണെങ്കിൽ ചാർജും കുറവാണ്. ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് ചന്തയിൽ പോയി, റേഷൻ കടയിലൊക്കെ പോയി. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയുണ്ട് അഗസ്തിപ്പൂ ഇരിപ്പുണ്ടായിരുന്നു വഴിയിൽ. അങ്ങനെ കുറച്ച് അഗസ്തിപ്പൂ മേടിച്ച് തോരൻ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൻ അതും മേടിച്ചുകൊണ്ട് വന്നു. ഇത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇവന് 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ ആശാ വർക്കർ ചേച്ചി വിളിച്ച് പറഞ്ഞു കേട്ടോ, അംഗൻവാടിയിൽ ചെല്ലാനായിട്ട്. അവിടെ ഇന്ന് ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവന് പനിയാണ്, അവർ കുഴപ്പമില്ല ഡോക്ടർ ഇതൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി അവിടെ വന്നിരിക്കുകയാണ്. അനിയത്തിയുടെ മോൻ അവിടുത്തെ അംഗൻവാടിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് വൈറ്റമിൻ കൊടുക്കണം. അപ്പോൾ അതിനും കൂടെ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനും വൈറ്റമിൻ കൊടുക്കണം, ഇവന് ഇഞ്ചക്ഷൻ എടുക്കണം. കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ആദ്യം സിസ്റ്റർമാരാണ് വന്നത്. സിസ്റ്റർമാർ വന്ന് ഹീമോഗ്ലോബിനൊക്കെ നോക്കി വെയിറ്റും ഹൈറ്റും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഡോക്ടർ സിസ്റ്ററൊക്കെ വന്ന് ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അവനൊരു കൂസലില്ലാതെ ഇരിക്കുകയാണ്. ഞാനായിരുന്നെങ്കിൽ അവിടെ കിടന്നിപ്പോൾ നിലവിളിച്ചേനെ. അപ്പോൾ അതാണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത്, ഇതാണ് അനിയത്തിയുടെ മോൻ. ഒളിച്ച് കളിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ ഒളിച്ച് കളിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന പയറല്ലല്ലോ അഗസ്തിപ്പൂ തോരനും വെക്കണം. ഈ അയല എടുത്ത് വറുക്കണം. മീൻ കറി ഇന്നലത്തതുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പിന്നെയും കറണ്ട് പോയി. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനും കൂടി ചോറ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.